ഋതുവിൻ്റെ ഈ ഒരു കരച്ചിലിൻ്റെ കാരണക്കാരി ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഇതാ ഇവള് തന്നെ കേട്ടോ, മുഖം പൊത്തിക്കൊണ്ട് ഓടുന്നത്. വന്നപ്പോഴേ അവളെ എടുക്കാൻ നോക്കിയതിൻ്റെ കരച്ചിലാണ് കണ്ടത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ സെറ്റായി. നേരത്തെ ഇരുന്ന് കരഞ്ഞ ആളാണോ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഇതാ ഋതുവിന് ഒരു പഴമൊക്കെ ഞെരടി കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇതാ ഘോഷയാത്ര കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഋതുവിനാണെങ്കിൽ ഇതാ ഒരു ബലൂണും പിന്നെ ലൈറ്റ് കത്തുന്ന റേയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം മാറി നിന്നിട്ട് ഞാൻ അവൾക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആൾ ബഹളം വെക്കാൻ തുടങ്ങും. അതുകൊണ്ട് അതൊക്കെ വരുന്നതിന് മുന്നായിട്ട് അവൾക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സൗണ്ട് ഉള്ളിടത്തോട്ട് ഞാൻ നിർത്തിയില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങ് മാറ്റിയാണ് നിർത്തിയത്. പിന്നെ ധൈര്യ സാധനമൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് പേടിക്കുന്നു. പക്ഷെ അവൾ കൂളായിട്ട് നിന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ ഇതാ പിന്നെ അവിടെ വെച്ച് നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടായിരുന്നു. അതിനകത്ത് കുഞ്ഞുമക്കളൊക്കെ വന്ന് നമ്മളോട് സംസാരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്ന അറിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഇതാ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ അപ്പിയുടെ വീട്ടിൻ്റെ തൊട്ട് അപ്പുറത്താട്ടോ മുടി എഴുന്നള്ളത്തിലുള്ളത്. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കുത്തിയോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെയല്ലേ പറയുന്നത് ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയി ഇത്തിരി നേരം കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ വീണ്ടും നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതായത് മുടി എഴുന്നള്ളത്ത് കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനൊന്നും വന്നില്ല, ആൾക്കൊന്ന് പെലയുള്ളത് കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവിടെ പോയി കണ്ട് വീഡിയോസൊക്കെ എടുത്തു. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവർ കണ്ടു നോക്കുക, സംഭവം അടിപൊളിയായിട്ടോ. ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞൻ പറയുമ്പോഴേക്കും എനിക്ക് കാണാനുള്ള ആകാംക്ഷ കൂടി ഇരിക്കുമായിരുന്നേ. അങ്ങനെ എന്തായാലും